പച്ചമണ്ണ് നമ്മളൊരു 10 ചട്ടിയിലായിട്ട് മണ്ണ് വെക്കുകയാണ്. ഒരേ സ്ഥലത്ത് നിന്ന് മണ്ണെടുത്തു, ഒരേ വെള്ളം നമ്മൾ അതിൽ ഒഴിച്ചു. നമ്മൾ പല വിത്തുകൾ നമ്മൾ അതിനകത്ത് നിക്ഷേപിച്ചു. അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കയ്പുള്ളതുണ്ട്, പുളിപ്പുള്ളതുണ്ട്, ചവർപ്പുള്ളതുണ്ട്, മധുരമുള്ളതുണ്ട്, മഞ്ഞ കളറുള്ളതുണ്ട്, പച്ച കളറുള്ളതുണ്ട്, ചുവപ്പ് കളറുള്ളതുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ കളറിലും വ്യത്യസ്തമായ രുചികളിലും വ്യത്യസ്തമായ വലിപ്പ ചെറുപ്പങ്ങളിലും അല്ലാഹു തആല നമുക്ക് ചില ഉൽപ്പന്നങ്ങളെ അല്ലെങ്കിൽ നമുക്ക് ചില ഫലവർഗ്ഗങ്ങളെ അല്ലാഹു തരികയാണ്. നമ്മൾ ഇട്ട മണ്ണൊന്നാണ്, നമ്മൾ ഇട്ട വളം ഒന്നാണ്, നമ്മൾ ഒഴിച്ച വെള്ളം ഒന്നാണ്. പക്ഷെ അല്ലാഹു തരുന്നത് വ്യത്യസ്തമായ ഫലങ്ങളാണ് നമുക്ക് തരുന്നത്. ഈ മണ്ണ് നമുക്കറിയാം ഉറച്ചു കിടക്കുമ്പോ ഒരു മരിച്ച രീതിയാണ്, മരണപ്പെട്ട രീതിയാണ്, നിർജീവമാണ്. യാതൊരു ജീവനില്ലാത്ത ഒരു ബോഡിയുടെ അല്ലെങ്കിൽ ഒരു ശവത്തിന്റെ പോലെ അള്ളാഹുവിന്റെ ഖുർആൻ ഉപമിച്ചത് അങ്ങനെയാണ്. മൈത്തത്ത് എന്ന് പറഞ്ഞാൽ യാതൊരു ജീവനുമില്ലാത്ത ഒരു മണ്ണ്. അതിലേക്ക് വെള്ളത്തുള്ളികൾ വീണപ്പോൾ അതിങ്ങനെ ഫലപുട്ടിയുള്ളതായി ഒരുപാട് സസ്യങ്ങളെ അള്ളാഹു നമുക്ക് തന്നു.